പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മളുടെ അതിരൂപതയുടെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനത്തിന് ഒരുക്കമായിട്ടുള്ള മരിയൻ സന്ധ്യയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ മരിയൻ സന്ധ്യയിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ, 10-20 അച്ഛന്മാർ കുമ്പസാരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ കർമ്മത്തിൽ പങ്കെടുത്ത് ഇന്ന് വൈകിട്ട് 7:45 ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്കായിലേക്ക് കാൽനടയായിട്ട് തീർത്ഥാടനമായിട്ട് പോവുകയാണ്. അഭിവന്യ പിതാവ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരും. വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ പ്രഖ്യാപനം നടത്തി ഈ ദേവാലയത്തെ ഒരു മരിയൻ തീർത്ഥാടന ദേവാലയമായിട്ട് ഉയർത്തുകയാണ്. തലശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണിത്, ആർക്കി എപ്പിസ്കോപ്പൽ. അതുപോലെ മലബാറിൽ ആദ്യത്തെ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായിട്ട് ഉയർത്തപ്പെടുന്നതും എഡൂർ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിനെയാണ്. മാതാവിൻ്റെ ഒത്തിരി പാരമ്പര്യങ്ങൾ പേറുന്ന, മാതാവിൻ്റെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ എഡൂർ ദേവാലയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് വരികയും എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദേവാലയത്തിൽ കയറുമ്പോൾ നമുക്ക് കാണാം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മെഴുകുതിരികൾ കത്തിക്കുന്നതുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പാരമ്പര്യം പേറുന്ന ഒരു ഇടവകയാണ്. വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ഭക്താനുഷ്ഠാനങ്ങളിലെല്ലാം ഈ ദൈവസമൂഹം പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അമ്മയെ കൂടാതെ ഇവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മറ്റു മതസ്ഥർ പോലും എടൂരെ പരിശുദ്ധ മാതാവിനെ എടൂരമ്മ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ എടൂരമ്മയെ കൂടാതെ ഈ പ്രദേശത്തുകാർക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരു ഇടവക ദേവാലയവും പരിശുദ്ധ അമ്മയുമാണ് ഈ പ്രദേശത്തിന് ഉള്ളത് എന്ന് സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ എടൂർ ഫൊറോന ദേവാലയം ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെടുകയാണല്ലോ ഇപ്പോൾ പിതാവിലൂടെ. അപ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് വെച്ചാൽ ഇവിടെ പ്രധാനമായിട്ടും ആത്മീയ തലത്തിൽ നടത്തിയിരിക്കുന്നത്, ഒന്ന് പറയാമോ? വളരെ പരിമിതമായിട്ടുള്ള സമയങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ഇത് അറിഞ്ഞ നിമിഷം മുതൽ ഈ ഇടവകയുടെ അടിയന്തരമായിട്ടുള്ള പാരിഷ് കൗൺസിൽ കൂടുകയും അതിൽ നിന്നും വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ഈ ഫൊറോനയിലെ എല്ലാ വൈദികരും ഫൊറോന കൗൺസിലും ഒന്നിച്ചുകൂടി അതിൽ നിന്നും ചെറിയ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് ഇതിൻ്റെ സുഗമമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ചു. അത് ഏറ്റെടുത്തവരെല്ലാം ഭംഗിയായിട്ട് അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു ടെൻഷനും ആർക്കുമില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നു. ഇനി ഈ കുർബാനയ്ക്ക് ശേഷം നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു അത്താഴം, ലഘുഭക്ഷണം കൊടുക്കും തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അഭിവന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ ഫൊറോനയിലെ മുഴുവൻ വികാരിയച്ഛന്മാരുടെയും കൊച്ചച്ഛന്മാരുടെയും സന്യാസിനികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെമ്പേരിയിലേക്ക് പോകുന്നത്. അതിനോടൊരുക്കമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് എല്ലാ ഇടവകളും തീർത്ഥാടനത്തിന് പോകുന്നവരെ പ്രത്യേകം വിളിച്ചു കൂട്ടുകയും അവർക്ക് കുമ്പസാരിക്കുവാനുള്ള അവസരങ്ങളുണ്ടാക്കുകയും ഏതാനും മണിക്കൂറുകൾ അവരുടെ ഇടവകയിൽ ഒന്നിച്ച് ആ ദൈവജനം വികാരിച്ചനോടൊപ്പം, കൊച്ചച്ഛനോടൊപ്പം, സിസ്റ്റേഴ്സിനോടൊപ്പം ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി ഒരുങ്ങിയാണ് അവർ ഈ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മണിക്കടവ് ഫൊറോന ദേവാലയത്തിൽ നിന്ന്
ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്കയിലേക്കുള്ള മരിയൻ തീർത്ഥാടന യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 8:30 മണിയാകുന്നു. തലശ്ശേരി അതിരൂപയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന യാത്രയിൽ ഒന്നിലാണ്, അതിൻ്റെ ആദ്യ യാത്രയിലാണ് വിശ്വാസ സമൂഹം പങ്കെടുക്കുന്നത്. മണിക്കടവ് ഫൊറോനയിൽ നിന്നുള്ള 8 ഇടവകളിൽ നിന്നായി 850ഓളം വിശ്വാസികളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത്. ജപമാല അർപ്പിച്ചുകൊണ്ട്, തീക്ഷ്ണമായ പ്രാർത്ഥനകളോടെ സുഹൃത്തുക്കൾ അർപ്പിച്ചുകൊണ്ട് ഉളിക്കൽ കൂടി ചെമ്പേരിയിലേക്കുള്ള യാത്രയാണിത്. മണിക്കടവ് ഇടവക 2 മാസത്തോളമായി ഇതിനുവേണ്ടിയുള്ള ഫൊറോന ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താനായി ആരംഭിച്ചിട്ട് ഈ ഫൊറോനയിലെ എല്ലാ വൈദികരും അതുപോലെ തന്നെ എല്ലാ കുടുംബാംഗങ്ങളും ഇതിനു വേണ്ടിയുള്ള എല്ലാ സജീവമായ പങ്കാളിത്തവും ഉറപ്പുവരുത്തിയുണ്ടായി. തമ്പുരാൻ്റെ കാര്യങ്ങളിൽ യാത്ര സമർപ്പിക്കുന്നു. ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള ഒരു യാത്ര കൂടിയാണിത്. ഈ യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. പരിശുദ്ധ മൊഴി സ്വന്തം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.